3 ബോളിൽ 5 റൺസ് വേണം. മഴയല്ല എന്ത് വന്നാലും ശരി നമ്മുടെ സുഹൃത്തും ഫ്രണ്ട്ഷിപ്പും വേറെ കളി വേറെ. നിങ്ങളുണ്ട് നിങ്ങൾ കളിച്ച് സെമീർ സ്ഥിരം അടവ് അവസാനം ഇങ്ങനെ കുറച്ച് അടി ഉണ്ടാക്കി കളി ഉണ്ടാക്കാൻ ന്യായം പറഞ്ഞു തരാം. ബോർഡിന് പൈസ വീഡിയോ കട്ടി ബോള് പോയിട്ടുണ്ട്. ബോള് പോയി 2 ബോളിൽ 1 പോയി. നമ്മള് ഷെയ്ഖിന്റെ വീട്ടില് വിരുന്ന് വന്നിട്ടുള്ളത്. നോക്കിയ നമ്മള് ആക്ച്വലി 2ാമത്തെ പ്രാവശ്യമാണ് ഷെയ്ഖിന്റെ വീട്ടില് വരുന്നത്. ടൈമല്ല അന്നെടുത്ത ബാ അതല്ല ഒരു വണ്ടിയും കൂടി വരാനുണ്ട്. അവിടെ മറ്റേ വണ്ടി ആളിപ്പോ വരും. എന്ത് ഞാനിന്ന് എടുക്കാൻ പോയത്. ഞാനിന്ന് സെന്റിമൈസുള്ള ഷെയ്ഖിന്റെ ഉപ്പയാണ്. ഞാൻ ഒന്ന് കേറിയിട്ട് മനലൊന്ന് കാണട്ടെ എന്നിട്ട് ബാക്കി. ഓക്കെ, ഷെയ്ഖിന്റെ വീട്ടിൽ കയറി വന്നപാട് എന്തോ ഒരു സാധനം. അതിന്റെ പേരെന്താടാ? പാലും അവലും. പക്ഷെ പാലും അവലും മാത്രല്ലേ, ഇത് വേറെ എന്തെങ്കിലും ഉള്ള പോലെ ഉണ്ട്. കൊള്ളാലോ. ഫുള്ള് യാത്ര ക്ഷീണം കഴിഞ്ഞിട്ടുള്ള നേരെ പോയി കടന്ന് ഉറങ്ങാം. അതിലെങ്ങനെയല്ലേ പെൺപിള്ളേർ ഇഷ്ടപ്പെടുന്ന പറയുന്നത്? മൂത്തിക്കാറ്റ് അടിച്ചാലോ ഇത് 1000 നമുക്ക് എല്ലാവർക്കും കൂട്ടി അതിലെ അടിച്ചാലോ? ദേഷ്യം തരും നമ്മളെ. എടാ ജുമാ തുടങ്ങാൻ 10 മിനിറ്റേ ഉള്ളൂ. പള്ളിയൊക്കെ പോവാൻ കണ്ടിട്ട് കളിക്കാൻ എടുക്കാൻ തോന്നില്ലതാ. ഇത് 5 മിനിറ്റ് കുത്തുക തുടങ്ങുന്നതിന് മുമ്പ് നമ്മളവിടെ ഇന്ന് ഐഫോൺ എടുക്കേണ്ട ദിവസാട്ടാ. എന്നിട്ട് ഗെയിം കളിച്ചിരിക്കുന്ന അങ്ങനെ ഇരുന്നോ? പള്ളി കഴിഞ്ഞാൽ നേരെ ഐഫോൺ എടുക്കാൻ പോകും. എത്ര GB? ഇത് 256 1 TB പൈസ ഉള്ളവരൊക്കെ അങ്ങനെയാടാ സെമീറ. എല്ലാത്തിലും വൈദ്യുതി വണ്ടി നല്ല വ്യത്യാസമുണ്ട്. 2.25 ലക്ഷം റുപ്യാണ് 1 TBക്ക്. ടർഫുണ്ടെന്നേ, ക്രിക്കറ്റ് ടർഫുണ്ട്. പിന്നെ അല്ല ഷെമീറിനെ അല്ല ഷെമീർ ഞാനും ടീമാട്ടോ ഫുട്ബോളിൽ കഴിഞ്ഞ ഒന്നിച്ച് വന്നാൽ നിൽക്കാൻ സമയം തരില്ല. ഓരോ പരിപാടി കളി പഠിച്ചിട്ടേ ഉള്ളൂ മോനെ. അങ്ങനെ വാശിയേറിയ പോരാട്ടവുമായി ഇയാള് പാട്ടോ ലെഫ്രിക്ക് പൈസ കൊടുത്തിട്ടാ കളിച്ചു തോന്നുന്നു. ലെഫ്രിയാ? ആരാണ് ലെഫ്രി? കൊണ്ടോട്ടി ആയമോ ഓരോ ലെഫ്രി തന്നെ. ലെഫ്രിയാ? പിന്നെന്താ ലെഫ്രി ആരാണ്? പിന്നെ ആരാ? റഫറി എന്നല്ലടാ പറയാ. റഫറി അത് ഇംഗ്ലീഷില്, മലയാളത്തില് പറയുമ്പോ ലെഫ്രി. പൈസ അല്ല അത് കള്ളക്കളി. അത് സെമീറ നിർത്തിയ ഇപ്പൊ പള്ളി കിട്ടും. പള്ളിക്ക് സമയമായി. നീ ഇങ്ങനെ ഈ മുടിയും വെച്ചാ നീ പള്ളിയിൽ തൊപ്പിയെടുത്തേ. കളി എന്താന്നുള്ളത് ഇത് കളിച്ചാതൊന്ന് വിട്ടെടുത്തോക്കി. ഗോളടിച്ച് നോക്കാൻ മതി. പിന്നെ കളി കഴിഞ്ഞു. നിയാദ് വിൻ ചെയ്തു. ഇതെന്താ സംഭവം? പള്ളി പോണ്ടേ? വാ ശരത്ത് സക്കാഫി പുള്ളിയല്ലേ ഇന്ന് ഇമാമ്. കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നല്ലേ? മലപ്പുറം. അപ്പൊ പള്ളി പോവാ. ആദ്യമായിട്ട് അവല് പോയാലോ? നീ എന്ത് ചെയ്യാനാ പോകുന്നിപ്പോ? ഉണ്ടാണ് അവിടെ കടന്നുറങ്ങിക്കോളാം. വന്നിട്ട് തിന്നാൻ തരാം. അത് തിന്നിട്ട് കടന്നുറങ്ങാം. ഞങ്ങൾ 15-20 മിനിറ്റ് വരും. ഒരു കുത്തുബ, ഒരു നിസ്കാരം. അപ്പൊ നമ്മള് പോയിട്ട് നിസ്കരിച്ചിട്ട് വരാം. അപ്പൊ
ഷെയ്ക്കിന്റെ ഇതാണ് പ്രശ്നം. ഷെയ്ക്കിന്റെ നാട്ടിൽ വന്നാൽ ഷെയ്ക്ക് നമ്മളെ വെറുതെ കഴിക്കാൻ വിടൂല. ഈ ഗ്ലാസ് നോക്കിയുള്ള ഷെയ്ക്ക് നമ്മളെ വെറുതെ മേലനങ്ങാത്ത നമ്മളെ പണിയെടുപ്പിക്കാൻ വേണ്ടിട്ട് ഷെയ്ക്ക് ഇങ്ങനെ ഓരോ പരിപാടികളും അറിയാം. അപ്പൊ നമ്മളെവിടെ ഇതാ ടർഫില് ക്രിക്കറ്റ് കളിക്കാം, സ്റ്റമ്പും ഇതെല്ലാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ലീല് ഷൂട്ട് ചെയ്യുന്നത്. ശരിയല്ല, നമ്മള് 70 എടുത്തിട്ട് ക്യാമറ ഫസ്റ്റ് ഉപയോഗിക്കുന്നത് ഇതാ. ഹൗസ് ഓഫ് ക്വാളിറ്റി. ഇവിടെ നീലക്കുയിലുണ്ട്, നീലക്കുയിലും കാണാം നമുക്ക്. അപ്പൊ നമ്മള് ക്രിക്കറ്റ് കളിക്കാൻ പോകും. പ്രശ്നം ഇവിടെ പലതും ഉണ്ടാവും. എന്താണ് എന്റെ പ്രശ്നം? ഓ സന്തോഷം, നീ അതിന് കളിക്കാൻ അറിയാ മോനെ? അറിയാം, എനക്കറിയോ അറിയോ. എന്റെ കാല് വയ്യാണ്ടായിട്ട് ഒരു 3 ദിവസമായിട്ടുള്ളൂ. കാല് ഇതുവരെ ശരിയായിട്ടില്ല. ഇവിടുന്ന് കളിച്ചോണ്ട് കാലിന്റെ കാല് മൂഞ്ചുവാണെങ്കിൽ എനിക്ക് വേറെ ഓടുകൾ. Listen to me. We don't have to run because this is cricket. Why we want to run? അല്ല, അപ്പൊ Always walk. എടാ ഇത് ഫീൽഡിംഗ് ഉണ്ട്. Talk in English, man. Talk in English. If you don't know English, don't tell me. ഫീൽഡിംഗ് ഹിയർ, Not here. Flight. Tomorrow coming. തിന്നാൻ കൊടുത്തില്ലേ ഇനി? ക്രിക്കറ്റ് ക്രിക്കറ്റ് ഭ്രാന്തരി വേണം. Flight ടാ, flight. മമ്മൂര് ഫ്ലൈറ്റ് കയറാറുണ്ട്. എന്താ വെച്ചാൽ അടുത്താഴ്ച ബാംഗ്ലൂര് നമുക്ക് ഫ്ലൈറ്റ് ആക്കാം. മോൻ ജീവിതകാലം മൊത്തം ക്രിക്കറ്റിന് വേണ്ടി കാത്തുകയാണ്. ഓൻ ഇന്ന് നമ്മളെ തോപ്പിക്കണം. അതിന് വേണ്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. ഓന് എന്താ ഇജും റാംബോ പെട്ടെന്ന് പെറ്റ് പറഞ്ഞാലും നടക്കൂല. എന്താന്ന് നമ്മളെ പഴയ ടീം. ഉണ്ടോ? ഒരു 10 റുപ്യക്ക് നോക്കാം. 10,000 കുറഞ്ഞില്ലേ? ഒരു 15,000. എടാ ക്രിക്കറ്റ് അറിയില്ല. കഴിഞ്ഞ തവണ ഇത് കണക്ക് നീ 50,000 രൂപയ്ക്ക് അയച്ചു തന്നില്ലേ? അത് തിരിച്ചും കിട്ടിയില്ല എനിക്ക്. ക്രിക്കറ്റ് എനിക്ക് വല്ല ഐഡിയ ഇല്ല. 10,000 പറ്റി. ആരല്ല ഷമീർ? ഞാൻ ഷമീർ, ആദില്. അല്ല ഇവന് എന്റെ എതിർ ടീം വേണം. ഇവൻ നല്ല കളിക്കാരനാണ്. എനിക്ക് ഇവന് എതിർ ടീം വേണം. അല്ല, അല്ലടാ വേണം, വേണോടാ. സംഭവം കളിക്കാനല്ല ഇത് ഒഴിവാക്കുന്ന. അല്ല എനിക്ക് കളിക്കാൻ വേണ്ടി മര്യാദ ക്രിക്കറ്റ് കളിച്ചു നോക്കണമെന്നുണ്ട്. അതിന് ഇവന് അപ്പുറത്ത് വേണം. ഫുട്ബോൾ ക്രിക്കറ്റ് അടിപൊളിയാണ്. ഫുട്ബോൾ പോലല്ല ഇത്, നമ്മൾ എടുക്കും. അല്ല, നിനക്കേതാ വേണ്ടേ പറഞ്ഞിട്ടില്ലല്ലോ. നീയല്ലേടാ വിളിക്കേണ്ട, ഞാനല്ലേ ടോസ് ചെയ്ത. എന്നാ എനിക്കിത് എടാ ഞാൻ കാലൊരു കോയലും കണ്ടിട്ട് ഇത് ഹെഡ്, ഇത് ടൈല്. ടൈല്. ആ ഓക്കെ. അപ്പൊ എനിക്ക് ടൈല് ടൈല് ഞങ്ങൾക്ക് ബാറ്റിംഗ്. 4 ഓവർ 4 സെയിം. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഈ ലൈന് കണ്ട അപ്പുറം 4, അവിടെ ആ ലൈനിന്റെ അപ്പുറം 4. അങ്ങനൊന്നുമില്ല. ഇഷ്ടം ബോൾ എനിക്ക് അറിയാൻ പറ്റൂല. അങ്ങനെ 2 ഓവർ അറിയാം. ഒരു ഓവർ കഴിഞ്ഞ് അടുത്ത കൊടുത്തിട്ട് പിന്നെ നീ നമ്മള് ഫീൽഡിൽ നിൽക്കണ്ട. നീ നമ്മളിവിടെ വെറുതെ നിന്നാ മതി. നീ മധുരാട്ടം നിന്നാ എനിക്ക് ഫീൽഡേക്ക് അമ്പേൽക്കറാ. എന്റെ കോമഡി ഇപ്പൊ പഴയ പോലെ വർക്കാന്നില്ല. ചെന്നതാ ബോള് ബോള് ബോളേ ബോള്. അതെല്ലാം പോടാ, അതെല്ലാം പോടാ. ഇവിടെ കൊണ്ടത് എന്റെ കൈയിന്റെ മുട്ടിനാ വേണ്ടത്. കൈയിന്റെ മുട്ടിന് നോ ബോളാ. 2 ബോള്. ജയിക്കാൻ 10,000 കയ്യിൽ നിന്ന് പോയി തോന്നല്ലോ. പതിനായിരം പോവാ മുത്തേ. നമ്മള് ബോളിങ്ങിൽ പിടിക്കും. അല്ല ഇവനല്ല ഔട്ടപ്പോ. ഇല്ല, ഇവൻ ഗ്രീസിന് പുറത്തു പോയാലേ ഓൻ ഔട്ടാവും. ഷമീർ ഔട്ടാവാ. ഒന്നും കൂടി എടുത്താ
മുത്തേ 5 ബോള്. ഞാൻ പറയട്ടെ, ഞാൻ ലാസ്റ്റ് ക്രിക്കറ്റ് കളിച്ചത് എടാ ക്രിക്കറ്റ് പറഞ്ഞാ കേക്കടാ. ഞാൻ ലാസ്റ്റ് ക്രിക്കറ്റ് കളിച്ചത് നമുക്ക് മിനിമം ഒരു 10 കൊല്ലായിട്ടുണ്ടോ. എന്നിട്ട് ഞാൻ ബോൾ എറിയുന്നത് 5 ബോള് 2 വിക്കറ്റ് 0 റണ്ണ്. ഞാനും കളിച്ചിട്ട് കുറെ കൊല്ലമായി ഞാൻ കളിച്ചത്. എത്ര കൊല്ലം? ഞാൻ ഒരു 5-6 കൊല്ലം. പിന്നെ നാട്ടിൽ പോയപ്പോ കളിച്ചല്ലേ. ലാസ്റ്റ് ബോളല്ലേ? വേണ്ട വേണ്ട. ആ പോരെ. പവർ കളി ജയിപ്പിക്കാൻ ഷവർ മത്തിട്ടല്ല. ബോളിംഗ് ഏതാന്ന് കണ്ട നല്ല അടിക്കോടാ. സിംഗിൾ അടിക്കുന്നില്ല. ഇതെന്താ മാങ്ങ ഇങ്ങനെ നീ അറിയുന്നത്? എടാ ബോളറെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? എടാ ഇവൻ ഇങ്ങനെ ട്രാൻസ്ജെൻഡർ ഗേ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നോ? ഇതെന്തൊരു അറിയില്ലാന്നത്. എന്ത് വൈഡ് മുട്ട കയറുണ്ട്. വൈഡ് ഒന്നാമത് ഇത്ര അതിന്റെ പുറത്തോട്ടേക്ക് പോയ എങ്ങനെ റാമ്പ് മുത്തിക്കൊന്നും അടിച്ചേക്കല്ലേ. ഇനി കൊടുക്കൂല നമ്മള് കളിച്ചിട്ടും വർഷങ്ങളായി പോലെ ഇത് 2 ബോള് ഇങ്ങനെ അറിയും ശരിക്കും. നീ ഒരു ഗേ അറിയുന്ന പോലെ അറിയുന്ന ജാസി. ഇതെന്താന്ന് ഷമീർ അങ്ങോട്ട് പോട്ടെ. വയ്യാറിയിക്കേ വാടാ ഷോട്ട് 15 ഇങ്ങനെ ഒന്ന് അങ്ങനെ പറ്റില്ല. കുഴപ്പമില്ല. ഫസ്റ്റ് ബൗൺസാ. പേടിക്കണ്ട വീഡിയോ കിട്ടില്ല. സ്റ്റമ്പ് കുറച്ച് ബാക്കിലോ. അത് ഓർക്കണം. ആ ബാറ്റിൽ നിൽക്കുമ്പോ ഓർക്കണം. ഇത് ഓമല്ല ക്രിക്കറ്ററാന്ന് പറഞ്ഞേ. ഓമല്ല ചാമ്പ്യൻ ആണല്ലോ. എനിക്ക് എന്തുണ്ടാക്കി കണ്ടോ? ആ ഒരെണ്ണം അതീ തട്ടി അപ്പുറത്താടാ. എടാ ഇവ എന്താ പറയണ? എടാ ബൗണ്ടറിയാടാ അത്. നെറ്റി തട്ടിയ ക്യാച്ചില്ല സിംഗിള് അങ്ങനെ പറഞ്ഞ. നെറ്റി തട്ടിയ സിംഗിള് അതൊക്കെ ബൗണ്ടറി അകത്തടാ. നെറ്റി തട്ടിയ സിംഗിള് ഇവ എന്താ നെറ്റി തട്ടിയ സിംഗിളാ നെറ്റി തട്ടിയ സിംഗിളാ. ഇല്ലെങ്കിൽ പിന്നെ ക്യാച്ച് ആവൂല. നെറ്റി തട്ടിയ സിംഗിളല്ല. ഇവരടുത്ത് ചോദിച്ചോ അങ്ങനെയാണ്. അവിടെ നമ്മള് ക്യാച്ച് പിടിക്കുകയാണെങ്കിൽ നീ ഔട്ടില്ല. എവിടെ അവിടെ ബൗണ്ടറിയുടെ അകത്ത് പോയി കഴിഞ്ഞാൽ സിക്സ് ഫോർ ക്യാച്ച് പിടിച്ചില്ല. എങ്ങനെ പിടിച്ചില്ലല്ലോ. താഴെയല്ലേ വീണത്. പിടിച്ച ഔട്ട്. ഇത് എന്ത് കളിയാണ്? നെറ്റി തട്ടിയ സിംഗിളാ പറഞ്ഞ. അടി നടക്കൂല. നെറ്റി തട്ടിയ സിംഗിൾ. ഉടായിപ്പ്. കമാണ് പരിപാടി. ഇത് നോക്കി സ്ലിപ്പായി. ഇതെങ്ങനെയാണ് എറിയണത്? എടാ അങ്ങനെയാണെങ്കിൽ നീ അതാ ഞാൻ എറിയും. കണ്ണി പോലും കാണൂല. അങ്ങനെ തന്നെ മുന്നേറും. അല്ലല്ലേ നമ്മൾ ഇനി അറിയും. കാരണം ഞാൻ എല്ലാം അടിക്കണം അങ്ങനെ തന്നെ. ഇല്ല എങ്കിൽ പിന്നെ ആദ്യത്തെ ബോൾ കിട്ടൂല. എങ്കിൽ ഒരു ബോളേ ആയോളൂ. നീ ഒന്ന് അറിഞ്ഞ നീ ഇങ്ങനെ നല്ല ടീമ്. എന്നാ പെനാൽറ്റി വെക്ക്. പെനാൽറ്റി വേണ്ട. ഫ്രീ കിക്ക് കോർണർ ടർക്കിക്കോയി മുഖം എന്താടാ കാണിക്കുന്നത്? അറിയില്ലാടാ. ബോള് പോയിട്ടുണ്ട്. ബോള് പോയി 2 ഗോളിൽ 1 പോയിട്ടുണ്ട്.
ഒരു ബോള് പോയി, 2 എണ്ണത്തിൽ 1 പോയി. ട്രിക്കൊന്നും നടക്കൂല. എത്ര റൺസ് വേണം? 33 ഷെയ്ക്കിന്റെ ബോള് പോയി, അതെന്താ എന്താ ഷെയ്ക്ക് സൈഡിൽ ഇട്ടോട്ടെ, സമയമില്ല, നമുക്ക് 10 റുപ്യ വേണം. ബാറ്റിലെല്ലാം അങ്ങനെ കാര്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇത് പക്ഷെ എന്തോ ഒരു ഷമീറിന്റെ മുഖം പോലത്തെ ബാറ്റല്ലേ? എറണോ മലീങ്ക ഈ ജാസ്തി കീക്കാൻ നിൽക്കണ്ട, പോട്ടു. അപ്പൊ എത്രേ? പിടിയണ മൂന്ന് ബോളിൽ 5 റൺസ് വേണം. ജാസി എടുക്കാൻ നോക്കാം. റെഡി? ജാസേ 4 വെച്ചോ നോക്കാം. 4 വെച്ചോ നോക്കാം. ഇതെന്താ ബോളല്ല എടാ, ഒരു ബോളിൽ 5 റൺ. 6 അടിച്ചാലേ ജയിക്കും. നമ്മള് തോറ്റ്. ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ജാസ്തി ക്രിക്കറ്റിലാണ് നിയമം വേണം, ഫ്രീ കിക്കും കോർണർ വേണം, എന്നാലേ കളി ഒരു മുന്നോട്ടുണ്ടാവും. കളിക്കണം, നല്ല മഴയാണ്. ചിലപ്പോ സണ്ണി പ്രൊമാക്സ് അടിച്ചു പോകും, എനിക്കറിയില്ല മഴ കൊണ്ട പോയില്ലോന്ന്. വാട്ടർ പ്രൂഫാണെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് മഴത്തറയും കളിച്ചു നോക്കാം. 3 കളി പറഞ്ഞിട്ട് കള്ളനാണ്. എന്തിനാ വിളിച്ചു ഇങ്ങോട്ട് വിളിക്കുമ്പോ തങ്ങള് ഓക്കെ, 10,000 വീട്ടാനുള്ള കളിയാന്നാ പറയുന്നത്. ഇതില് നമ്മള് ജയിച്ചാ നമുക്ക് 20 മഴയത്താണ് കളി. മഴയത്ത് മഴയല്ല എന്തു വന്നാലും ശരി, നമ്മളെ എനിക്ക് ജയിക്കും. വെക്കാതെ കാണികൾ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ കാര്യം പറയാം, സുഹൃത്തും ഫ്രണ്ട്ഷിപ്പും വേറെ, കളി വേറെ. കാൽക്കുലേറ്റർ ഉണ്ടോ? റൺ ഉണ്ടാകുന്ന ഒരാളെത്തിച്ചാ ഷമീർ അറിയുന്നത് ഫുള്ള് 6 ആയിരിക്കും. എന്താടാ ഇതെന്ത് റോളാ? ഇവിടെ കുത്തി ഇങ്ങനെ തന്റെ മോൾ കൂടി പോന്ന്. റാംബോരൊക്കെ പരിപാടി ടാങ്കർ ലോറി ഒഴിച്ചു പോകണം, വന്യ അപകടം. ഓപ്പറേഷൻ കണ്ടില്ല. മാങ്ങാറില്ല, നേരെ അറിയണം. മാങ്ങാറൊക്കെ അറിയില്ല, ഞങ്ങൾക്ക് അറിയുന്ന രീതിക്ക് ഞങ്ങൾക്ക് അറിയാൻ പറ്റും.
മൊത്തം സെറ്റായിരുന്നു. ഞാൻ ഓരോ ബോളും അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. കൊറേ കള്ളത്തരോ എന്താണ് ഇത്? കളി വിട്ടുകൊടുക്കറ ക്യാഷ് ഓർ ഗൂഗിൾ പേ ഫോമൊക്കെ വല്ലോ പൈസ അല്ല വീഡിയോ കട്ടി അത് ചെക്ക് ചെയ്ത് പോടാ ഷമീറെ. ഈ ബാറ്റിന് വെയിറ്റ് ഉണ്ടോ? അപ്പൊ അടിച്ചാ പോകും. ഞാൻ പറഞ്ഞു എന്തിന് അപൂർവങ്ങളെല്ലാം കളിക്കാനെല്ലാം ഇറങ്ങിപ്പോടാ. അന്റെ സെക്കൻഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇറക്കിയതാ ഒരു മരം പോത്താണ് പോത്ത്. ലാസ്റ്റ് ഓവറല്ലേ ആയാ പിടിച്ചാ ലോട്ട ന്യായം പറഞ്ഞു തരാം ബോർഡിന് പൈസ അയച്ചാ ഒരു ബോളിൽ സമനിലയുടെ അല്ല ഒരു കളി 3 മാച്ച് കളി ഉണ്ടാവാം. ഇത് കൊറേ കള്ളക്കളികളാണോ ആ സത്യം. നമ്മൾ മാത്രല്ല നിങ്ങളുണ്ട് നിങ്ങൾ കളിച്ചു നിങ്ങൾ കളിച്ചില്ലാന്ന് പറയാം. നിങ്ങൾ കളിച്ചു നമ്മൾ കളിച്ചു. 2 കള്ളക്കളി കളിച്ചു. കണ്ട സമ്മതിച്ചില്ലേ? ജയം 15,000 കളിക്കാം. 15 ഉണ്ടോ 10 മതി. നമ്മള് ലോട്ട ടീമായിട്ട് നമ്മളെങ്ങനെ കളിക്കും? ഒരു കളി അറിയാത്ത തേങ്ങകളല്ല നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നത് എന്ത് കാര്യം ലോട്ട ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്ന പുറത്ത് ഇവിടുത്തെ നാട്ടുകാർ ഇല്ലല്ലോ ഒരു കളി കൂടി അമ്പയർ വിളിച്ചോ വർത്താനം അറിയടാ. അപ്പൊ അമ്പയർ കള്ളനാ ഞാൻ ചോദിക്കണം. അമ്പയർ കള്ളനല്ലേ? നിന്റെ കള്ളന നീ പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞു. ഞാൻ പറയാനാ.
ഞാൻ പറഞ്ഞില്ല ആണോന്ന് ചോദിച്ചു. പുള്ളി ഫസ്റ്റ് ബൗൺസ് എന്ന് പറയണ ഞാൻ കേട്ട്. ജാസിനുള്ള ദേഷ്യം കൂടി കണ്ടല്ലോ ചെയ്യണം. ഇതെന്താ അത് കൂട്ടൂലല്ല, കയ്യിൽ നിന്ന് ബോൾ വളരെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കളി പേടിയുണ്ടോ? ചെറുതിനെ പേടിയാ? ചെറുതിനെ പേടിയാ? പേടിയാ? ഓന് പേടിയായിരിക്കും. എന്തിന്? എനിക്ക് പേടിയില്ലടാ. ഞാൻ ജയിപ്പിച്ചു പേടിക്കണ്ട. മുട്ടിലിരിക്കടാ. 10,000 കയ്യിൽ നിന്ന് പോയി വിചാരിച്ചാ മതി കേട്ടാ. അത് ചേർത്ത വിട്ട് ചെമീറോട്ട് ഞാൻ ആരല്ലേ ഇനി അപ്പാസാണുള്ളത്. മുട്ടിലിരുന്നാ നീ എന്താ നീ ഔട്ടായി ഞാൻ എന്താക്കി? ഷമീറിന് സ്ഥിരം അടവ് അവസാനം ഇങ്ങനെ കുറച്ച് അടി ഉണ്ടാക്കി കളി ഇതാക്കാൻ. അടുത്ത പോളിയാ ഒറ്റ റൺസ് ഇങ്ങോട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് എങ്ങനെ ഔട്ടാക്കണം മാറി നിനക്ക് ആവൂലടാ. നിന്നെ കൊണ്ടാവൂലടാ. നിന്നെ കൊണ്ടാവൂലടാ. ഔട്ട് 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 ഔട്ട്. ബോൾ ചെയ്യാനായിട്ടാ പോന്നെ. അല്ല ഔട്ടല്ല, കാര്യം പറ. ടച്ചല്ലേ ഔട്ട്. എന്ത് നാളെ പരിപാടിയാടാ. പത്തായിരം വെച്ചിട്ട് പോയാ മതി. പൈസ
ഇവന്റെ 70 Pro Max കൊടുക്കണ്ട 10,000. അന്നത്തെ പോലെ റീഫണ്ട് ഒന്നുമില്ല, ഇത് ചാറ്റ് ഒന്നുമില്ല, നിന്നെ രക്ഷിക്കാൻ ഇന്ന് ചാറ്റ് ഇല്ല, ഇന്ന് കമന്റ് ഉള്ളത്. 2500 എടാ 3% ചാർജ് ഉണ്ട്, പൈസ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയിട്ട് മുങ്ങാനുള്ള പരിപാടിയല്ലേ. ആ കാണിച്ചു കൊടുക്കണം. ക്യാമറ ആ